സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വെച്ചാണ് ദേവസ്വം വിജിലൻസ് മൊഴിയെടുക്കുന്നത്. ദേവസ്വം ബോർഡ് തനിക്ക് തന്നത് ചെമ്പ് പാളികൾ തന്നെയാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. എനിക്ക് തന്ന ഡോക്യുമെന്റ് ചെമ്പെന്നാണ്, മഹാസ്റ്ററിനകത്തും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാനൊരു സാധനം തരുമ്പോൾ എനിക്ക് തന്നിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. മുൻപ് ഇങ്ങനെ ഒരാൾ ചെയ്തിരുന്നു, അതിൽ ഇങ്ങനെമാതിരി ഗോൾഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാനും അറിയുന്നത് ഈ സമയത്താണ്. ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അന്ന് ജയറാം ഈ ഫംഗ്ഷന് വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് പലകയിൽ അടിച്ച് ചീത്തയാവാതിരിക്കാൻ പലകയിൽ അടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ആ സമയത്ത് ജയറാമിന്റെ വീട്ടിൽ വെച്ചാണ് പലകയിൽ അത് അടിച്ചത്. അതൊരു പ്രദർശന വസ്തു ആക്കിയിട്ടൊന്നുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ പോകേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. ഇന്ന് വരണമെന്ന് പറഞ്ഞിട്ടില്ല. അവർ ചിലപ്പോൾ ഇനിയിപ്പോൾ നാളെ വരാൻ പറയും. ഇന്ന് വരാനായിട്ട് ഇതുവരെ എനിക്ക് നിർദ്ദേശം തന്നിട്ടില്ല. അവർ എപ്പോൾ വിളിച്ചാലും പോകണമല്ലോ. RB സനൂപ് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സനൂപ്, ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കുന്നത്. ഉടൻ തന്നെ ദ്രുതഗതിയിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണല്ലേ ദേവസ്വം വിജിലൻസ്? ഉചിതമായ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമെന്നാണ് ദേവസ്വം വിജിലൻസ് നേരത്തെ അറിയിച്ചത്. ഇന്ന് രാവിലെ വരെയും ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമെന്നുള്ളൊരു അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷേ രാവിലെ മാധ്യമങ്ങളോട് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചിരുന്നത് തന്നെ ഇന്ന് വിളിപ്പിച്ചിട്ടില്ല താൻ, പക്ഷേ എപ്പോൾ വേണമെങ്കിലും അവർ വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് താൻ നിൽക്കുന്നത് എന്നുള്ള കാര്യം ദേവസ്വം വിജിലൻസ് വിളിക്കുമ്പോൾ പോകുമെന്നുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിരുന്നു. ഒരുപക്ഷെ ഈ ദേവസ്വം വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നേരത്തെ ബാംഗ്ലൂരിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി 2 ദിവസം മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ പുളിമാത്തുള്ള വീട്ടിലേക്ക് എത്തുകയും ചെയ്തത്. ഇന്നിപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പാണ് ദേവസ്വം ആസ്ഥാനത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതും ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ഈ കാണുന്ന ആണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന്റെ മുകളിലത്തെ നിലയിലാണ് ദേവസ്വം വിജിലൻസ് പ്രവർത്തിക്കുന്നത്. ദേവസ്വം SP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ചോദ്യാവലി തയ്യാറാക്കി തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭ്യമാകുന്നതിന് വേണ്ടി ഈ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. പുതിയ വെളിപ്പെടുത്തലുകൾ അതുപോലെ തന്നെ പുതിയ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസ് ഇന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. 3ാം വട്ടമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമായിരിക്കില്ല, വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾ, നേരത്തെ സ്പോൺസർമാരായിട്ട് ഒപ്പം ഉണ്ടായിരുന്നവർ, ഇവരെയൊക്കെ തന്നെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും. അവർക്കൊക്കെ നോട്ടീസ് ദേവസ്വം വിജിലൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യാവലി എന്ന് പറയുമ്പോൾ നേരത്തെ ഈ പറയുന്ന പോലെ ഈ ദ്വാരപാലക ശില്പപാളികൾ അദ്ദേഹം ഇവിടെ നിന്ന് 2019 കൊണ്ടുപോയി അത് കുറച്ച് ദിവസം 40 ദിവസത്തോളം കയ്യിൽ സൂക്ഷിക്കുന്നു. അതിനുശേഷം അത് ചെന്നൈയിൽ കൊണ്ടുപോകുന്നു. ഇവിടെ നിന്ന് കൊണ്ടുപോയത് ചെമ്പാണെന്ന് പറയുന്നു. അപ്പം ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു നിജസ്ഥിതി, സത്യാവസ്ഥ മനസ്സിലാക്കി RB സനൂപാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വെച്ചാണ് വിജിലൻസ് മൊഴിയെടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. തനിക്ക് അന്ന് തന്നത് ചെമ്പുപാളികൾ തന്നെയാണ് എന്നുള്ള ഒരു പ്രതികരണത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മറുപടിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പോൾ ആരിലേക്കൊക്കെ അന്വേഷണം എത്തുന്നു എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. സനൂപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ പല സഹായികളുമുണ്ട്. ഇത് ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമുക്കറിയാം, വളരെ ഈ ശില്പികൾ തന്നെ പറയുന്നതനുസരിച്ച് 10-20 മിനിറ്റിന്റെ ഒരു പണി മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷേ ഈ പാളികൾ ഇത് ഇവിടെ നിന്ന് സന്നിധാനത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് എത്തിക്കാൻ പോലും, ചെന്നൈയിലേക്ക് എത്തിക്കാൻ 40 ദിവസം വേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. അപ്പോൾ അത് എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം, എന്തൊക്കെ ഇത് വെച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം നടൻ ജയറാമിൻ്റെയൊക്കെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. തൻ്റെ വീട്ടിലും ഇത് എത്തിച്ച് പൂജ നടത്തിയിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കളികൾ കൂടി അതിനിടയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. RB സനൂപ് തുടരുന്നുണ്ട്. സനൂപ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ജയറാമിൻ്റെയൊക്കെ പ്രതികരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ വീട്ടിലെത്തിച്ച് പൂജ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇയാൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട്. അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം വ്യക്തവുമാണ്. അപ്പോൾ അതിലേക്കൊക്കെ അന്വേഷണം എത്തിയിട്ടുണ്ടാകുമല്ലോ അല്ലേ? കൃത്യമായിട്ടുള്ള ചോദ്യാവലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമൃത. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യങ്ങൾക്ക്, വിജിലൻസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓരോന്നിനും കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്
നൽകേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനനുസരിച്ച് കൃത്യമായിട്ട് ഉത്തരങ്ങൾ നൽകേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് 40 ദിവസത്തോളം 2019 ജൂലൈയിൽ കൊടുത്തുവിട്ട ഈ പാളികൾ, ദ്വാരപാലക ശില്പപാളികൾ സ്വന്തം കൈവശം സൂക്ഷിച്ചിരുന്നത്? രണ്ടാമത്തെ കാര്യം, ഈ പാളികൾ ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ മറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി പൂജിച്ചിട്ട് അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ? അതിനുശേഷം ഇതിൽ സ്വർണം പൂശിയ ശേഷം എവിടെയെങ്കിലും കൊണ്ടുപോയി പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ? ശബരിമലയുമായി ബന്ധപ്പെട്ട പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ? അതിൽ എത്ര രൂപ കിട്ടി? ബാങ്ക് ഇടപാടുകൾ എങ്ങനെയാണ്? ഇത് സംബന്ധിച്ച് ഈ പറയുന്ന പോലെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഒരുപാട് നിമിഷം പോറ്റിക്ക് നേരെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഏതൊക്കെ ശരി, RB സനൂപാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ